ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. CSIR സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 6. അപ്പോൾ നമുക്ക് പോസ്റ്റുകൾ ഏതൊക്കെ നോക്കാം. ഫീൽഡ് അസിസ്റ്റൻറ്റ് നിലവിൽ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BSc ആണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയും പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് 50 വയസ്സ് വരെയാണ്. മന്ത്ലി സാലറി പറയുന്നത് 20,000 പ്ലസ് HRA ആണ് പറയുന്നത്. അടുത്തത് പ്രൊജക്ട് അസോസിയേറ്റ് നിലവിൽ 4 വേക്കൻസി ഉണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സാണ്. അപ്പോൾ സാലറി പറഞ്ഞിരിക്കുന്നത് 25,000 പ്ലസ് HRA ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ 2026 മാർച്ച് 30 2 വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രൊജക്ട് അസോസിയേറ്റ് നിലവിൽ 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മന്ത്ലി സാലറി പറഞ്ഞിരിക്കുന്നത് 20,000 പ്ലസ് HRA ആണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 35 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രൊജക്ട് സയൻറ്റിസ്റ്റ് 2 നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി 67,000 പ്ലസ് HRA ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷനൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് പ്രൊജക്ട് റിസർച്ച് സയൻറ്റിസ്റ്റ് നോൺ മെഡിക്കൽ നിലവിൽ 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് 35 പറയുന്നത്. അപ്പോൾ സാലറി പറയുന്നത് 56,000 പ്ലസ് HRA ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ് നിലവിൽ 2 വേക്കൻസി പറഞ്ഞിരിക്കുന്നു. 42,000 സാലറി പ്ലസ് HRA. ഏജ് ലിമിറ്റ് പറയുന്നത് 40 വയസ്സാണ്. അടുത്ത സീനിയർ റിസർച്ച് ഫെലോ അതിലൊരു പോസ്റ്റാണുള്ളത്. 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. സാലറി പറഞ്ഞിരിക്കുന്നത് 42,000 പ്ലസ് HRA ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതാണ് തന്നിരിക്കുന്ന പോസ്റ്റുകൾ. അപ്പോൾ ക്വാളിഫിക്കേഷൻ എല്ലാം അതിൻ്റെ അത് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റ് മെയ് 6. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുവരേക്കും. ബൈ.